ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ വേറെ കണ്ട പോലെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കണ്ട കേട്ടോ. നേരത്തെ ഇട്ട വീഡിയോൻ്റെ ബാക്കിയാണ് ഈ പറഞ്ഞ വീഡിയോസ് കേട്ടോ. അത് ചെറിയൊരു ഭാഗം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് പുറകെ വരുന്നത് കേട്ടോ. ഇതിപ്പോൾ തമിഴ്നാട് ആചാരപ്രകാരമുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ ചേച്ചീനെ കെട്ടിച്ച് കൊടുത്തേക്കുന്നത് തമിഴ്നാട്ടിലോട്ടാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം തമിഴ്നാട്ട് ബോർഡർ. പക്ഷേ അവിടെ തമിഴ്നാട്ടിലെ ആൾക്കാർക്കാണ് കെട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആചാരപ്രകാരമായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ മുന്നോട്ട് പോവുക. അതിൻ്റെ ഒരു കളിയിലൊക്കെയാണ്. ആ തമിഴ്നാട്ടിലെ ആചാരപ്രകാരം വെച്ച് നോക്കുമ്പം മക്കളെ കാതുകുത്തും കാര്യങ്ങളൊക്കെ മുന്നേ എടുത്ത് ചെയ്യേണ്ട ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ മാമന്മാർ തന്നെയാണ് കേട്ടോ. ഇപ്പം എൻ്റെ ഏട്ടൻ, എൻ്റെ ചേച്ചീൻ്റെ അനിയൻ, അങ്ങനെയുള്ള മാമന്മാരാണ് ഈ മുൻനിർത്തി ചെയ്യേണ്ടത്. അപ്പം ഏട്ടൻ്റെ മടിയിൽ ഇരുന്നിട്ടാണ് പിള്ളേർക്ക് കാത് കുത്തുന്നത്. ഇതാണ് മൂത്ത ആൾ കേട്ടോ. ഏച്ചിക്ക് 3 പെൺപിള്ളേരാണ്. മൂത്ത ആൾക്കാണ് ആദ്യം കാത് കുത്തിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മൊട്ടയടിച്ചാണ് കാത് കുത്തേണ്ടത്. പിള്ളേർ ഇത്രത്തോളം വളർന്ന സ്ഥിതിക്ക് പിന്നെ പോരാത്തതിന് അവർ മുടിയൊക്കെ കണ്ടാലൊന്നും മുറിക്കാൻ തോന്നില്ല. അത്രത്തോളം മുടിയൊക്കെ നല്ല വളർന്ന് വലിയ കുട്ടികളായി. അതുകൊണ്ട് മുടിയൊന്നും മുറിച്ചില്ല, കാതുകുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഏച്ചിൻ്റെ മൂത്ത കുട്ടി. പേര് ദീക്ഷണപ്രിയ എന്നാണ് കേട്ടോ. മൂത്ത ആൾ. മൂന്നാൾക്കും സെയിം ഒരേപോലത്തെയാണ് കേട്ടോ കോസ്റ്റ്യൂംസൊക്കെ എടുത്തത് നമ്മൾ. മൂത്ത ആൾ ദീക്ഷണപ്രിയ. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് നല്ലപോലെ കരയുന്നൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, വലിയ രീതിക്കൊന്നും കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് എന്നെ അധികം വീഡിയോസൊന്നും കാണാത്തത്. ഞാനാണ് ഫോണിൽ മിക്ക വീഡിയോസ് എടുക്കാൻ നിന്നത്. ക്യാമറമാനൊക്കെ ഉണ്ട്, എന്നാൽ നമ്മളെ യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടൻ്റെ ഫോണിലാണ് എല്ലാ വീഡിയോസും ഞാൻ എടുത്തത്. അതെടുത്തിട്ട് എനിക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. ആദ്യത്തെ അങ്ങനെ കാതുകുത്തെല്ലാം കഴിഞ്ഞു. ഇനി 2 ആൾ പുറകെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ. ചെറിയ ആളാണ് ഏറ്റവും കൂടുതൽ കരച്ചിൽ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ചെറിയ ആൾ കരയില്ല എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ട്വിസ്റ്റ് അടിച്ച് ചെറിയ ആളാണ് കരയുന്നത്. അങ്ങനെ ഇതാണ് ചേച്ചി, എൻ്റെ ചേച്ചിയും അളിയനും. അച്ഛൻ, അമ്മ, ഏട്ടൻ മടിയിൽ കുട്ടി ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഏട്ടൻ്റെ ഭാര്യ. ഇതാണ് ഞങ്ങളുടെ ഫാമിലി കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവരവർ കുടുംബങ്ങൾ വെച്ചാൽ അവരുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അപ്പം ഇങ്ങനെയാണ്. ഇതാണ് രണ്ടാമത്തെ മോൾ. ഈ മോളുടെ പേരാണ് ഷിക. ദീക്ഷികപ്രിയ. ദീക്ഷണപ്രിയ, ദീക്ഷികപ്രിയ, ദീക്ഷിബപ്രിയ. ഇതാണ് 3 മക്കളെയും പേര് കേട്ടോ. കൺഫ്യൂഷൻ അടിക്കണ്ട. ചില സമയം പറയുമ്പോൾ നമുക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പായി പോവും. അങ്ങനത്തെ പേരുകളാണ്. ഇതാണ് രണ്ടാമത്തെ കുട്ടി കേട്ടോ. പക്ഷേ ഈ കുട്ടിയൊക്കെ സാധാരണ ഗതിയിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല. പക്ഷേ ഈ സമയത്തൊക്കെ വലിയ കരച്ചിലൊന്നും ഉണ്ടായില്ല, വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങ് കുഴപ്പമില്ലാതെ അങ്ങ് എല്ലാം കാര്യങ്ങളും നല്ല സൂപ്പറായിട്ട് നടന്നു. മൂന്നാമത്തെ ആളോട് കരഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. നോക്കട്ടെ എങ്ങനെയാണ് അവസ്ഥ എന്ന്. ഒറ്റ ഭാഗമായിട്ട് ഇടണമെങ്കിൽ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ 2 പാർട്ടായിട്ട് ഇടണമെങ്കിൽ ഇടാം. അപ്പം അവിടെ അടുത്ത് തന്നെ ഇതുമ്പം ഒരുക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ കുട്ടി. എല്ലാവരും എളുപ്പത്തിന് ഷിക എന്ന് വിളിക്കും കേട്ടോ. ദീക്ഷികപ്രിയ എന്നാണ് പേര്. ഇതാണ് മൂന്നാമത്തെ ആൾ. മൂന്നാമത്തെ ആൾ കുറേ കരച്ചിൽ മാറ്റാൻ നോക്കി, പക്ഷേ കാര്യം നടന്നില്ല. വന്നിരുന്ന വഴിക്കേ ഭയങ്കര കരച്ചിലായിരുന്നു. ഈ ആളെ പേരാണ് ദീക്ഷിബപ്രിയ. ഷിബ എന്ന് വിളിക്കും. അങ്ങനെ ദിയ എന്നുള്ള പേര് ഞാനിട്ടാണ് കേട്ടോ. നിക് നെയിം ഞാനിട്ട പേരാണ്. എനിക്ക് ദിയ എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമാണ്. ദിയ എന്നൊക്കെയുള്ള പേര് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പേരായിരുന്നു. അപ്പം ഇതാണ് മൂന്നാമത്തെ ആൾ. അപ്പോൾ ഷിബ വിളിക്കും, ഷിക വിളിക്കും, ദിയ വിളിക്കും. അങ്ങനെ ദീക്ഷണപ്രിയ, ദീക്ഷികപ്രിയ, ദീക്ഷിബപ്രിയ. പേര് കൺഫ്യൂഷൻ അടിച്ചിരിക്കണ്ട കേട്ടോ. ഇതൊക്കെയാണ് മക്കളുടെ പേര്. അപ്പം അങ്ങനെ ഇത്രയും വലിയ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് കഴിയുമ്പോഴേക്കും ഒരു പരുവാവും. എനിക്ക് വയ്യ. വീടിനടുത്ത് ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഫംഗ്ഷനൊക്കെ നടത്തിയത്. പോരാത്തതിന് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. അളിയൻ്റെ അമ്മയുടെ 75ാമത്തെ ബർത്ത്ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഘോഷിച്ചായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് 2ഉം കൂടെ ആഘോഷിച്ചായിരുന്നു. പിള്ളേർ കാതുകുത്ത് ഫംഗ്ഷനും ഈ പറയുന്ന അവരമ്മയുടെ 75ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ വൈകുന്നേരമായിരുന്നു. ഉച്ചയ്ക്ക് കാതുകുത്തും ഫംഗ്ഷനൊക്കെ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയി. പുറകെ വൈകുന്നേരം ആകുമ്പോഴാണ് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായത്. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തില്ല കേട്ടോ. ഇതൊക്കെ എടുത്തപ്പോഴേക്കും നമ്മളൊരു പരുവായി. അങ്ങനെ 3 പേർക്കും കാതുകുത്തെല്ലാം കഴിഞ്ഞു. ഇതിലിപ്പം അച്ഛനമ്മേനേക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മാമനാണ് കേട്ടോ. തമിഴിൽ മാമന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ കാതുകുത്തെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് ഞങ്ങളുടെ ഒരു വക തട്ടിക്കൂട്ട് ഡാൻസൊക്കെയാണ് കേട്ടോ. ഒരു ഹാപ്പിനെസ്. അവരുടെ തമിഴ്നാട്ടിലൊക്കെ ഈ നമ്മൾ കേരളത്തിലുള്ള ചിങ്കാരിമേളം അങ്ങനെയൊക്കെ ഇല്ലേ, കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ ചെണ്ട കൊട്ടലൊക്കെ, അതിൻ്റെ വേറെ ഒരു രീതിയിലാണ് തമിഴ്നാട്ടിൽ കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടും കേട്ടൊക്കെ ഇരുന്നപ്പോഴേക്കും ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെയായിരുന്നു ഒരു ടീമായിട്ടുണ്ടായത് കേട്ടോ. വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. രാത്രി ഒരു 10 മണി ഒരു DJ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു.
ഈ തമിഴ്നാട്ടിൽ മാമന്മാർക്ക് അച്ഛനമ്മേനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും കേട്ടോ ഈ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത്. ചേച്ചീൻ്റെയോ അല്ലെങ്കിൽ അനിയത്തീൻ്റെയോ മക്കൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം, കല്യാണം, കാതുകുത്ത് അല്ലെങ്കിൽ വയസ്സറിഞ്ഞ ചടങ്ങൊക്കെ വരുമ്പം മാമന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കേട്ടോ. ഇപ്പം അങ്ങനെ തന്നെയാണ്. അവരൊക്കെ വെറും കാഴ്ചക്കാരായിട്ട് നിൽക്കുകയായിരുന്നു, ചേച്ചിയും ചേട്ടനൊക്കെ. ചേട്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ അളിയൻ, ചേച്ചീൻ്റെ ഭർത്താവ്, അവരൊക്കെ കാഴ്ചക്കാർ തന്നെയായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ എടുക്കുക പിടിക്കുക അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ മെയിൻ റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാമൻ തന്നെയാണ്. എന്തിനും ഏതിനും ഇവിടെ മാമൻ എന്നുള്ള ഒരു വാക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇങ്ങനത്തെ ഒരു ആവശ്യം ഫംഗ്ഷൻ വരുമ്പം ഫുൾ ആൻഡ് ഫുൾ മാമന്മാരാണ് കൂടെ നിൽക്കേണ്ടത്. പിന്നെ ഈ കാതുകുത്തെല്ലാം കഴിഞ്ഞ ശേഷം അവർക്ക് കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, മക്കൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോരാത്തതിന് ഈ പറഞ്ഞ കാതുകുത്തിന് സകല ചിലവും വഹിക്കേണ്ടത് ഈ മാമൻ തന്നെയാണ്. ഈ മാമൻ എന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ, ഈ തുള്ളണ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഏട്ടൻ കേട്ടോ. സകല ചിലവും വഹിക്കേണ്ടത് ഈ മാമൻ തന്നെയാണ്. കാതുകുത്തിൻ്റെ മിക്ക ചിലവുകളും വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മൽ വാങ്ങിക്കൽ, ഇപ്പോൾ ചെറിയ പിള്ളേരാണ് ചെറിയ കമ്മലിടാം, പക്ഷേ ഇച്ചിരി വലിയ പിള്ളേരായത് കൊണ്ട് നമുക്ക് ഇപ്പോൾ സ്വർണ്ണത്തിന് വില നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് പറ്റാവുന്നത് പോലെ വാങ്ങിച്ചു അങ്ങനെ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഈ ആടിനെ ഇങ്ങനെ അതങ്ങനെ പറയാൻ എനിക്കറിയില്ല. ആടിനെ കൊണ്ടുപോകും ഇതുപോലെ കുറേ തരം പ്ലേറ്റോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രം ഉണ്ടാവും കേട്ടോ. ആ പാത്രത്തിൽ കുറേ തരം ഫ്രൂട്ട്സ്, കുറേ ഡ്രസ്സ്, അങ്ങനെ വെറ്റിലടക്ക, കുറേ സാധനങ്ങൾ കേട്ടോ. എനിക്ക് ഒന്നൊന്നും എടുത്ത് പറയാനേ അറിയില്ല. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. പറഞ്ഞു വന്നപ്പോഴേക്കും ഇതൊന്നുമേ അറിയണില്ല. ഇതാണ് സംഭവം കേട്ടോ. നമ്മളിതൊന്നും കാണാത്തത് കൊണ്ട്, ഇത് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടും വലിയ ധാരണയൊന്നുമില്ല. ഇതിപ്പോൾ അവർക്ക് നല്ലോണം അറിയാം, അവർക്കൊക്കെ അറിയാം, പക്ഷെ എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞതിൻ്റെ പാക്കിങ് കാര്യങ്ങളെല്ലാം ഇവൾ തന്നെയായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ ഭാര്യ തന്നെയായിരുന്നു എല്ലാം ചെയ്തത്. ഇതുപോലെ ആടിനെയും തേങ്ങ, മത്തൻ, ഇല, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും ഓരോരോ പ്ലേറ്റ് ഇങ്ങനെ കൊടുക്കും കേട്ടോ. അതൊക്കെ അവൾ കവർ ചെയ്ത് താഴെ വീഴാത്ത പോലെയൊക്കെ സെറ്റ് ആക്കിയിട്ടായിരുന്നു. പാക്കിങ് അവൾ തന്നെയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ പാക്കിങ് ആയിരുന്നു. എല്ലാവരും നല്ലപോലെ എന്താ പറയുക, ആസ്വദിച്ചു. ഈ ചടങ്ങ് നല്ലപോലെ ആസ്വദിച്ചു. അതുപോലെ തന്നെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തു കേട്ടോ. ഇങ്ങനത്തെ ഒരു നല്ല രീതിക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടേ എല്ലാവരും നല്ലപോലെ അപ്രിഷ്യേറ്റ് ചെയ്തു. കുറേ കുടുംബക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അങ്ങനെ വാഴക്കോല, അങ്ങനെ ഇതിനകത്ത് ഞാനും ഉണ്ട് കേട്ടോ. ഏതോ ഒരു സൈഡിൽ ഞാനിരിപ്പുണ്ട്. എല്ലാവരും കൂടെ ഈ ഏട്ടൻ, ഇപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഏട്ടൻ അനിയനായിട്ടുള്ള സ്ഥാനമുള്ളവരെല്ലാവരും ഇതിനകത്തുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ, നിങ്ങൾ കണ്ട സിനിമയിലൊക്കെ കണ്ടാലറിയാം, എനിക്ക് കറക്റ്റായിട്ട് വിശദീകരിച്ചൊന്നും പറയാൻ അറിയില്ല. അതിൻ്റെതായ ചടങ്ങിൻ്റെ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു പ്രശ്നത്തിലേക്ക് വരെ വഴിതെളിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കറക്റ്റ് അതാത് രീതിയിൽ അതാത് റെസ്പെക്റ്റോടെ തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഈ ഒരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞിട്ട്. ഞങ്ങളത് ഇത്രത്തോളം അത് സൂപ്പറായിട്ട് നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു അലമ്പോ അല്ലെങ്കിൽ ഒരു ഒച്ചപ്പാടോ എവിടെയെങ്കിലും ഒരു അപാകതയൊക്കെ വരും, ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഫംഗ്ഷൻ തുടങ്ങിയ ആ സമയം മുതൽ അവസാനിക്കണ ആ സമയം വരെ നല്ല സൂപ്പറായിട്ട് തന്നെ സ്മൂത്തായിട്ട് നല്ല രീതിക്ക് തന്നെ അവസാനിച്ചെന്ന് പറയാം. ഇതിപ്പോൾ എൻ്റെ വല്യച്ഛൻ്റെ മോനാണ് ഈ പറയണേ, ഏട്ടൻ്റെ കൂടെ നിൽക്കണില്ലേ, അത് എൻ്റെ വല്യച്ഛൻ്റെ മോനാണ്. അങ്ങനെ എല്ലാവരും വന്നു, എല്ലാം നല്ല രീതിക്ക് നടത്തി തന്നു, സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക, അച്ഛനും അമ്മയും എല്ലാവരും വരുന്നുണ്ട്, പുറകെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സൈഡിൽ പൈസ, നമ്മൾ ഇങ്ങനെ പൈസ ഇടില്ലേ, കല്യാണത്തിന് പോകുമ്പോൾ പൈസ ഇടില്ലേ, എന്താ പറയുക, ആ ഒരു സംഭവം അവിടെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ ഇതാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേജ് കേട്ടോ. അമ്പലത്തിനടുത്ത് തന്നെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേജൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റേജും എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്നും വെച്ചാൽ എല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ പറഞ്ഞ മാമന്മാരും ഏട്ടന്മാരായിട്ടുള്ള കുറേ പേരില്ലേ, അവരെല്ലാം കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഇവിടെ എടുത്തെടുത്ത് വെക്കണം കേട്ടോ. ഈ പറഞ്ഞ ഫംഗ്ഷൻ്റെ ഫുൾ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.